എൻ്റെ പേര് ജിതിൻ കാന്ത്. വയനാട് ഓർഗാനിക് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. വയനാട് എന്ന ബ്രാൻഡിലാണ് വിപണിയിൽ സാധനം ഉള്ളത്. ഞങ്ങൾ എക്സ്പോർട്ടാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഖത്തർ, ഓസ്ട്രേലിയ, ബഹ്റൈൻ, ഒമാൻ എന്നിവ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ട്. വിദേശ വിപണിയിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് പ്രൊഡക്റ്റ്. പ്രധാനമായിട്ടും നമ്മളെ ഉൽപ്പന്നം എന്ന് പറയുന്നത് വാക്വം ഫ്രൈഡ് ചിപ്സാണ്. വാക്വം ഫ്രൈഡ് ചിപ്സ് എണ്ണ 60 ഡിഗ്രിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് നമ്മൾ ഫ്രൈഡ് ചിപ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആ പ്രൊഡക്റ്റിനുള്ള ഗുണനിലവാരങ്ങൾ അതേപടി നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ളതാണ് ഈ പ്രൊഡക്റ്റ്. എണ്ണയുടെ ദൂഷ്യവശങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിപ്സ് നമുക്ക് കഴിക്കാൻ പറ്റും. അതുതന്നെയാണ് ഇതിന് ഇത്തരം ജനപ്രീതി ഉണ്ടാകാൻ കാരണം. വാക്വം ഫ്രൈഡ് ചിപ്സ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, അതുപോലെ തന്നെ മാംഗോ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഒക്ര, ഇത്തരം ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റ് നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റുകളായിട്ടുള്ള ഹണി, ഗ്രീൻ ടീ, അതുപോലെ തന്നെ അരോറൂട്ട് പൗഡർ, ഇത്തരം പ്രോഡക്റ്റുകളും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓയിൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് പോലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 2019 നമ്മൾ ഇത്തരത്തിലൊരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കാം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ നാല് യുവാക്കളായ ആളുകൾ IT ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങാനുള്ള ഒരു സാഹചര്യം വരുന്നത്. അതിൽ തുടക്കം മുതലേ നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത് വിദേശത്ത് നമ്മളെ ഒരു വിപണിയിൽ ഞങ്ങൾ പ്രോഡക്റ്റ് എത്തിക്കുക എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാക്കിങ്ങും അതനുസരിച്ചുള്ള ഗുണനിലവാരവും ആ തരത്തിലായിരുന്നു ഞങ്ങൾ തുടക്കത്തിലെ മാനുഫാക്ചറിംഗ് ലെവലിൽ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിപണിയിലെത്തി. ഇപ്പം ഞങ്ങൾ ഇന്ത്യയിലും ഈ ഒരു വർഷം വിപണിയിൽ എത്തിക്കാൻ പോവുകയാണ്. കേരളവും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മളെ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഓൺലൈൻ വിപണിയിലും ഞങ്ങൾ സജീവമാകാൻ പോവുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ലെവലിലും ഒക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മൾ പ്രോഡക്റ്റ് വിപണിയിൽ എത്തിക്കും. എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രീമിയം കൗണ്ടറുകളിൽ നമ്മളെ വിപണിയിൽ ഇപ്പം തന്നെ നമ്മൾ പ്രോഡക്റ്റുകൾ ചെറുതായ രീതിയിലുണ്ട്. അത് വിപുലപ്പെടുത്താനും നമ്മളിപ്പം ശ്രമിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് വിദേശ രാജ്യങ്ങളിൽ വിദേശ വിപണിയിൽ ആദ്യം ഉള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ജാക്ക് ഫ്രൂട്ട് സെഗ്മെൻറ്റിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഫാമിംഗ് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് ഫാമിംഗ് വളരെ കുറവുള്ള ഒരു സ്ഥലമാണ്. വിവിധ വെറൈറ്റിയിലുള്ള ഏകദേശം 200ഓളം വെറൈറ്റിയിലുള്ള ജാക്ക് ഫ്രൂട്ടുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിൽ നമ്മൾ ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ പ്ലാന്റേഷനും ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം വിയറ്റ്നാം മേളി വിഭാഗത്തിൽപ്പെട്ട ജാക്ക് ഫ്രൂട്ടുകൾ തൈകൾ നമ്മൾ തന്നെ കർഷകർക്ക് കൊടുത്ത് ഇപ്പം ഞങ്ങൾ ആ പ്രോഡക്റ്റുകൾ ബൈബാക്ക് ചെയ്യുന്നത്, അതായത് ഈ വിയറ്റ്നാം മേളി വിഭാഗത്തിൽപ്പെട്ട ജാക്ക് ഫ്രൂട്ട് തൈകൾ കൊടുത്തു. 3 വർഷം കൊണ്ട് അത് കായ്ച്ച് അതിന് ആ ജാക്ക് ഫ്രൂട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പം ഇതിന് വെണ്ടയുടെ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വെണ്ടയുടെ ചിപ്സ് ഒരു വെറൈറ്റി ടൈപ്പ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു തുടക്കത്തിൽ നമ്മൾ ആശ്രയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ആ വെണ്ട നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ കർഷകർക്ക് വിത്ത് കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റോരോ പ്രോഡക്റ്റ് നമ്മളിപ്പം കേരളത്തിലെ ഹണി അതിന് നമ്മൾ വിദേശ വിപണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ മോയ്സ്ചർ കൂടുന്നതാണ്. അപ്പോൾ അതിനെ മോയ്സ്ചർലെസ് ആക്കി അതിനെ മോയ്സ്ചർലെസ് കുറച്ചുകൊണ്ട് വിദേശ വിപണിയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ വിദേശ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളല്ല. ഞങ്ങളൊരു എംപ്ലോയി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ ഫാദറും മദറൊക്കെ ഒരു ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ് ഞങ്ങളൊക്കെ തന്നെ, ഇതിൻ്റെ സംരംഭകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ട് ആശ്രയിച്ചുള്ള ബാങ്കിനെ ആശ്രയിച്ചിട്ടുണ്ട്. പിന്നെ ആ ടൈമിന് നമ്മളെ ഗവൺമെൻറ് സംവിധാനങ്ങൾ നമുക്ക് ഇപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ കഴിഞ്ഞ മിനിസ്ട്രി ഉൾപ്പെടെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ ഈ അഗ്രികൾച്ചർ ലെവലിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും
അതിന് വിപണി കണ്ടെത്താനൊക്കെ തന്നെ തുടക്കത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില എക്സ്പോർട്ട് ഇമ്പോർട്ട് മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെ നമുക്ക് വിപണി കണ്ടെത്താൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ സപ്പോർട്ടാന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് IT-യിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറവുള്ളൊരു സെഗ്മെൻറ്റാണ്. ഫുഡ് സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുള്ളതായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ IT എനേബിൾഡ് ആയിട്ടാണ് ഞങ്ങൾ ബിസിനസ് ആദ്യം പോയിട്ടുള്ളത്. ഇപ്പോൾ IT എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ കൂടുതൽ വിസിബിലിറ്റി ഈ പ്രോഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അത് IT ഓറിയൻറ്റഡ് ആയതുകൊണ്ട് IT എനേബിൾഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അത് സാധിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഇതിനൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യം വന്നു. കാരണം ഒരു സീസണൽ പ്രോഡക്റ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡ് ചെയിൻ നെറ്റ്വർക്ക് നമുക്ക് ആവശ്യമാണ്. ഇപ്പം സീസണൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സീസണൽ ടൈമിന് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് നമുക്ക് കോൾഡ് സ്റ്റോറേജിൽ നമുക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഒന്ന് കറണ്ട് ചാർജ് കൂടുതലാണ്. അപ്പം ഫ്രോസൺ ആക്കിയിട്ടാണ് നമ്മളെ പ്രോഡക്റ്റ് വെക്കുന്നത്. -25-ലാണ് നമ്മൾ പ്രോഡക്റ്റ് സൂക്ഷിക്കുന്നത്. അത് ഒരു കോൾഡ് സ്റ്റോറേജ് റൺ ചെയ്യാനൊക്കെ ഒരുപാട് കോസ്റ്റാണ്. അത് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. നമ്മുടെ ഭാവി പദ്ധതികൾ കൂടുതൽ എക്സ്പോർട്ട് മറ്റ് രാജ്യങ്ങളോട് വ്യാപിപ്പിക്കുക തന്നെയാണ്. നമ്മുടെ വിദേശ വിപണിയിലാണ് നമ്മൾ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമ്മുടെ വിദേശ വിപണിയിൽ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പ്രോഡക്റ്റ് എത്തിക്കാൻ തന്നെയാണ്. അതാണ് നമ്മളെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഞങ്ങളെ പ്രോഡക്റ്റ് എത്തി. ഒപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മളെ പ്രോഡക്റ്റുകൾ എത്തിക്കുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ നമ്മൾ ലൈവ് ആവുക എന്ന് തന്നെയാണ് നമ്മളെ ഭാവി പദ്ധതികളായിട്ടുള്ളത്. ഈ പ്രസ്ഥാനം ആരംഭിക്കുന്ന ഘട്ടം മുതലേ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് പല ഘട്ടങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഹഡിൽസിലും നമ്മൾ സ്റ്റാളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ മീറ്റിങ്ങിലും ഒക്കെ തന്നെ നമ്മൾ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഹഡിൽസിൽ വളരെ സജീവമായിട്ട് തന്നെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പബ്ലിക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു വേദി കൂടി ഇത്തരത്തിലുള്ള പരിപാടികളോട് കിട്ടുന്നുണ്ട്.